നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കന്നിരാശി ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. 2026 ജൂലൈ മാസത്തിൽ കന്നിരാശിയുടെ രാശിയാധിപനായ ബുധൻ കന്നിയുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവാധിപനായ ശനി 7ാം ഭാവത്തിലും അഷ്ടമാധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യായാമത്തിലും വിശ്രമത്തിലും സമയം കണ്ടെത്തിയാൽ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും. ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. BP ഉള്ളവർ ശ്രദ്ധിക്കണം. 5ാം ഭാവാധിപനായ ശനി കേന്ദ്രഭാവത്തിൽ ഉച്ചനായി വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ബലവാനായി നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ യോജിച്ച സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൃത്യനിഷ്ഠയോടെയുള്ള പഠനക്രമം ഗുണകരമായിരിക്കും. കൊമേഴ്സ്, അക്കൗണ്ടൻസി, MBA എന്നീ സബ്ജക്റ്റുകൾ പഠന വിഷയമാക്കിയിരിക്കുന്നവർക്ക് അനുകൂലത വർദ്ധിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയും. 10ാം ഭാവാധിപനായ ബുധൻ ജൂലൈ 7 വരെ ഭാഗ്യഭാവത്തിലും ശേഷം കർമ്മഭാവത്തിൽ ഉച്ചനായ ഗുരുവിനോട് യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത ഉയർച്ച പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും തൊഴിലിൽ അവരുടെ സഹായം ലഭിക്കുകയും ചെയ്യുന്നു. അധ്യാപനം, അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, ബാങ്കിംഗ്, കൺസൾട്ടൻസി, ബിസിനസ്, ഉപദേശം, മാർക്കറ്റിംഗ്, മീഡിയ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവ നടത്തുന്നവർക്ക് അനുകൂലത വർദ്ധിക്കും. 7ാം ഭാവാധിപനായ വ്യാഴം ഉച്ചനായി സർവാഭീഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ബിസിനസ്സുകാർക്ക് ഗംഭീരമായ നേട്ടങ്ങളുടെ സമയമാണ്. പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂല സമയം തന്നെ. വിദേശ ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വിദ്യാഭ്യാസം, പരിശീലന കേന്ദ്രങ്ങൾ, ഓൺലൈൻ കോഴ്സുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾ, ഫിനാൻസ് സർവീസുകൾ, IT എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിക്കും. നിങ്ങൾക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിലവിലുള്ള ബന്ധങ്ങൾ ശക്തമാകുകയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ പരസ്പര സഹകരണം, പിന്തുണയും വർദ്ധിക്കും. പങ്കാളിയുടെ വികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. വിവാഹാലോചനകൾ ധാരാളം ഉണ്ടാകുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യും. നിത്യവും അയ്യപ്പ ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുക. ഉച്ചനായ വ്യാഴം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും.